വണ്ടി കാലെടുത്ത് പോകുമ്പോഴേ ചില ആൻസർ ഇല്ലാത്ത പിള്ളേരെ പോലെ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകില്ലേ എന്ന് പറഞ്ഞ പോലെ വണ്ടി കാലെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നിൽ റൈറ്റോട്ട് കയറിപ്പോവും അല്ലെങ്കിൽ ലെഫ്റ്റോട്ട് കയറിപ്പോവും, വണ്ടി നേരെ പോകില്ല. അതായിരുന്നു വണ്ടിയുടെ പ്രശ്നം കേട്ടോ. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു. സംഭവം ഇതാണ്. എന്താണ് സംഭവം? എന്താണ് ഇതെന്താണ്? എന്ത് ലോറാം? വണ്ടിയുടെ ലോറാം അല്ലേ? ആ, ഇതില് എന്തപ്പോ കംപ്ലൈന്റ് ആയിക്കണേ? ഏത് ബുഷ്കിന്റെ പൊട്ടിയേക്കണേ? ഇതില് രണ്ടായിട്ട് ബുഷ് ഉണ്ട്. ഒന്ന് റൗണ്ട് ബുഷ് ഉണ്ട്, എന്റെ കയ്യിലേക്കുള്ള റൗണ്ട് ബുഷ് കേട്ടോ, മറ്റേത് ഐ ബുഷും. അപ്പൊ നമ്മൾ മാറ്റുമ്പോൾ ഈ രണ്ടുകൂടെ അങ്ങ് മാറ്റേണ്ട. മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തോട്ട് നോക്കണ കംപ്ലൈന്റ് നോക്കിയാവും. അപ്പൊ നമുക്ക് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ട് ലോറാം അസംബ്ലി മാത്രമായിട്ട് ഫുൾ അസംബ്ലിയായിട്ട് മാറാതെ നമുക്ക് ഈ ബുഷ്കിറ്റ് മാത്രമല്ല ക്വാളിറ്റി ഉള്ളത് മേടിക്കാൻ കിട്ടും. അത് മാത്രമായിട്ട് മേടിച്ച് മാറ്റിയാൽ ഇടാം. അതുപോലെ നമുക്ക് ഈ ബുഷ്കിറ്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ അനുസരണക്കുറവ് മാത്രമല്ല, വണ്ടിയുടെ ടയറിനൊക്കെ വലിയ തേയ്മാനം വരും കേട്ടോ, പെട്ടെന്ന് തേഞ്ഞു പോകും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വണ്ടിക്ക് വരും. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബുഷ് മാത്രം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ലോറാം അസംബ്ലി മാറ്റി കാശെല്ലാം നിൽക്കേണ്ട. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അടിയിലൊരു കമൻറ്റ് ഇട്ടോ കേട്ടോ, മറക്കണ്ട.